Krishna used to have a Garuda flag on his chariot. ശ്രീകൃഷ്ണ ഭഗവാന്റെ രഥത്തില് ഗരുഡദേവന്റെ പതാകയാണുള്ളത്. So I'm very heartfelt, grateful for the king of Chandragor, the Maharaj of Chandragor, to give me this Garuda flag. ഈ ഗരുഡന്റെ ഈ പതാക എനിക്ക് തന്നതിന് തിരുവിതാംകൂർ മഹാരാജാവിനോട് എനിക്ക് അങ്ങേയറ്റം കടപ്പാടാണുള്ളത്. Hare Krishna. One time, only for the benefit and to the health of the king, the Maharaj of Chandragor. നമുക്കെല്ലാവർക്കും തിരുവിതാംകൂർ രാജാവിന്റെ ആരോഗ്യത്തിനായിട്ട് ഒരു തവണ ഉറക്കെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ രാം 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 ഹരേ ഹരേ. Hare Ram. So it's very kind that he is remembering me, and at the many of our functions, he used to attend and he would give me presentations. എനിക്ക് വളരെയധികം നന്ദിയുണ്ട് രാജാവിനോട്. കാരണം അദ്ദേഹം എന്നെ സ്മരിക്കുന്നു. അതുമാത്രമല്ല ഞങ്ങളുടെ പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. Being a Vaishnava, a certain amount of pratishtha, of puja, one gets. അദ്ദേഹം ഒരു വൈഷ്ണവനാണ്. അദ്ദേഹത്തിന് പ്രതിഷ്ഠ, പൂജ അതുപോലുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ല. This we should offer to our Guru and to Krishna. ഇതെല്ലാം നാം ഗുരുവിനും കൃഷ്ണനുമാണ് സമർപ്പിക്കേണ്ടത്. By their mercy, this type of appreciation is given. അവരുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള മറ്റുള്ളവരുടെ ഈ അഭിവാദ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് തന്നെ. If we think it's due to us, if someone does not give, then we'll feel sad. നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ട് അവരത് നമുക്ക് തന്നില്ലെങ്കിൽ നമുക്ക് സങ്കടമുണ്ടാവും. Lord Chaitanya, in his Shikshastra, he advised we should be always humble. ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ ശിക്ഷാഷ്ടകത്തിൽ ഉപദേശിക്കുന്നുണ്ട്, എപ്പോഴും എളിമത്വമുള്ളവനായിരിക്കണം. ത്രിനാദപി സുനീചേന തരോരേവ സഹിഷ്ണുന കീർത്തനീയ അമാനീന മാനദേന കീർത്തനീയ സദാഹരി. So we don't expect any appreciation for ourselves, and we give all honor and appreciation to others. നമുക്ക് എന്തെങ്കിലും ബഹുമാനമോ ആദരവോ പ്രതീക്ഷിക്കാതെ എല്ലാ ആദരവും മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. So this was the humble mood that was taught by Lord Chaitanya. ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്കായിട്ട് തന്ന ഈ എളിയ ഭാവം ഇതാണ്. So today we'll talk about briefly the mercy of Nitai and Gaur. ഇന്ന് നാം നിത്യാനന്ദന്റെയും ഗൗരംഗ മഹാപ്രഭുവിന്റെയും കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കും. There's a song by Lochandas Thakur. ഒരു ഗീതമുണ്ട് ലോചൻ ദാസ് ഠാക്കൂറിന്റെ. This was taught by
Srila Prabhupada at the New Panihati temple. ന്യൂ പാനിഹട്ടി ക്ഷേത്രത്തിൽ വെച്ച് ശ്രീല പ്രഭുപാദർ ഈ ഗീതം നമ്മളെല്ലാം പഠിപ്പിക്കുകയുണ്ടായി. Parama Karuna Ahodvijana Nitai Gaura Chandran. That they were supremely merciful, supremely benevolent. പരമകാരുണ്യവാനായ പരമ ശക്തിമാനായ. But they were the Lords. Bahodvijana. അവരെല്ലാവരും യജമാന്മാരായിരുന്നു. They are actually the avatars of Lord Krishna and Balaram. അവരെല്ലാം തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ബലരാമന്റെയും അവതാരങ്ങളാണ്. So they have nothing to gain, nothing to lose. അപ്പൊ അവർക്ക് എന്തെങ്കിലും ലാഭമോ എന്തെങ്കിലും നഷ്ടമോ ഒന്നും ഉണ്ടാവുന്നില്ല. They are everything. അവർക്ക് എല്ലാം ഉണ്ട്. And everything is created by them. എല്ലാം അവർക്കുള്ളതാണ്. Yet they are so merciful എന്നാലും അവർക്ക് അങ്ങേയറ്റം കാരുണ്യമുണ്ട്. that they are described as Parva Karuna. അതുകൊണ്ടാണ് അവരെ പരമകരുണ എന്ന് വിശേഷിപ്പിക്കുന്നത്. Nitai and Gaurachandra. നിതായും ഗൗരംഗ മഹാപ്രഭു. So Nityananda and Gaurachandra, they are the mercy avatars. നിത്യാനന്ദ മഹാപ്രഭുവും ഗൗരചാന്ദും കാരുണ്യാവതാരങ്ങളാണ്. Every avatar has some special quality. എല്ലാ അവതാരങ്ങൾക്കും ചില വിശേഷ സ്വഭാവങ്ങൾ ഉണ്ടാവും. Lord Jagannath, he eats all day long. ജഗന്നാഥ് എപ്പോഴും ഭക്ഷിച്ചുകൊണ്ടിരിക്കും. He has Chavanna Bhog. അദ്ദേഹത്തിന് ചപ്പൻ ഭോഗാണ് കൊടുക്കുന്നത്. And he got blessing that his hand will never dry. അദ്ദേഹത്തിന് ഒരു ആശീർവാദമുണ്ട്, അദ്ദേഹത്തിന്റെ കൈ എപ്പോഴും നനഞ്ഞു തന്നെ ഇരിക്കും. Eating, watching, eating. കഴിക്കുക കൈ കഴുകുക, കഴിക്കുക കൈ കഴുകുക, ഇത് തന്നെയാണ് പരിപാടി. We cannot do. നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റത്തില്ല. Only this thing can do. ഭഗവാന് മാത്രമേ അത് സാധിക്കൂ. And he always stays slender. അദ്ദേഹത്തിന് എപ്പോഴും വിശപ്പുണ്ടാവും. And slender. Eat ready. അദ്ദേഹത്തിന് വിശപ്പുണ്ടെങ്കിലും എപ്പോഴും കഴിക്കുമെങ്കിലും എപ്പോഴും മെലിഞ്ഞു തന്നെ ഇരിക്കും. Lord Krishna in Vrindavan, he is known as the sweet Madhurya Leela, sweet Leela. കൃഷ്ണന്റെ ഈ ലീലയെ മാധുര്യ ലീല എന്ന് പറയും. വൃന്ദാവനത്തിലെ കൃഷ്ണന്റെ ലീലയെ മാധുര്യ ലീല എന്ന് പറയും. So they say that Balaji, he stays at Tirumala for the Subharat, and he goes around to different temples. തിരുമലയിലെ ബാലാജി ഉണ്ട്. സുപ്രഭാതം അദ്ദേഹത്തിന് നാം സമർപ്പിക്കാറുണ്ട്. I forget, but he visits Trivandrum also. പക്ഷേ അദ്ദേഹം തിരുവനന്തപുരവും സന്ദർശിക്കാറുണ്ട്. But it's said that to eat, he goes to Lord Jagannath. എന്നാൽ ഭക്ഷണം കഴിക്കാൻ ജഗന്നാഥായിട്ട് അദ്ദേഹം പുരിയിലുണ്ടാവും. And for his childhood pastimes, he goes to Vrindavan. ശൈശവകാല ലീലകൾക്കായിട്ട് വൃന്ദാവനത്തിലുണ്ടാവും. Like that, Lord Chaitanya's Dham is known as the Audarya Dham. അതേപോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ ധാമം ഔദാര്യധാം എന്നാണ് അറിയപ്പെടുന്നത്. The most merciful abode. ഏറ്റവും കരുണാപൂർണമായിട്ടുള്ള ധാമം. Parama Karuna Pahudvijana Nidai Gaurachandra Sadhya Avataro Sarasirmani Hila Ananda Khandam. Amongst all the avatars, they are considered the crown jewel. എല്ലാ അവതാരങ്ങളിലും വെച്ച് മകുടമായിട്ടാണ് ഈ അവതാരത്തെ കണക്കാക്കുന്നത്.
in most kingdoms, the king would wear on his crown a big jewel. മിക്ക രാജാക്കന്മാരും അവരുടെ മകുടത്തിൽ ഒരു വലിയ രത്നം ധരിക്കാറുണ്ട്. That's called the ceremony. അതിനെയാണ് ശിരോമണി എന്ന് പറയാറുള്ളത്. So of all the avatars, Lord Chaitanya and Nityananda are considered the Sara Ceremony. എല്ലാ അവതാരങ്ങളിലും വെച്ച് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനും നിത്യാനന്ദ മഹാപ്രഭുവിനുമാണ് സർവ ശിരോമണി എന്ന് പറയുന്നത്. Because they gave a process which was simply blissful. കാരണം അവർ തരുന്ന ഈ ഒരു പദ്ധതി തീർത്തും ആനന്ദകരമാണ്. Simply joyfully performed. ഇത് വളരെ സന്തോഷത്തോടുകൂടി ഈ പദ്ധതി അനുഷ്ഠിക്കാൻ സാധിക്കും. Singing, പാടുക, dancing, നൃത്തം വയ്ക്കുക, and taking പ്രസാദം കഴിക്കുക, and listening to the pastimes of the Lord, ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുക, instructions of the Lord. ഭഗവാന്റെ നിർദ്ദേശങ്ങൾ കേൾക്കുക. So people say, "Oh, I went on vacation. Where did you go?" I went to Kolam Beach. സാധാരണ ആൾക്കാർ ചോദിക്കാറുണ്ട്, എവിടെയാ പോകാറുള്ളത്? ട്രിവാൻഡ്രത്ത് പോയിട്ടെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും കോവളം ബീച്ച് സന്ദർശിക്കാൻ പോയി എന്ന് പറയും. What did you do? എന്താ നിങ്ങൾ അവിടെ ചെയ്തത്? I sang, I danced. ഞാൻ അവിടെ പോയി പാടി നൃത്തം ചെയ്തു. I feasted. ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചു. I think I had a good time. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അവർക്ക് നല്ല രസം ഉണ്ടായിരുന്നെന്നാണ്. That's our process. അതാണ് നമ്മുടെ പദ്ധതി. Singing, dancing, eating prasad, and discussing Krishna Katha. പാടുക, നൃത്തം വയ്ക്കുക, പ്രസാദം കഴിക്കുക, കൃഷ്ണകഥ കേൾക്കുക. But we should do this very seriously. So അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവമായിട്ട് ഈ പദ്ധതി എടുക്കണം. Very faithfully. വളരെ അതിനോട് പൂർണ്ണമായും കൂറു പുലർത്തണം. So the second verse is Vaja Vajadai Chaitanya Nitai Sudara Vishwas Kori. അടുത്ത വരി ഭജ ഭജ ബായ് എന്നുള്ള വരിയാണ് അടുത്തത്. He's telling brothers, sisters, please chant the holy names. അപ്പോൾ അദ്ദേഹം പറയാണ്, സഹോദരി സഹോദരന്മാരെ എല്ലാവരും ഹരിനാമം ജപിക്കുക. Please engage in bhakti yoga. എല്ലാവരും ഭക്തിയോഗത്തിൽ നിമഗ്നരാവുക. According to the teachings of Chaitanya Nitai. എന്നിട്ട് എപ്പോഴും ചൈതന്യ മഹാപ്രഭുവിന്റെ നിത്യാനന്ദന്റെയും ഗുണഗണങ്ങൾ പാടുക. Put your faith in them. അവരോട് 100% കൂറു പുലർത്തുക. Hang on to their lotus feet. എന്നിട്ട് അവരുടെ പാദപത്മങ്ങളെ മുറുകെ പിടിക്കുക. You'll never find such merciful lords. ഇത്രത്തോളം കാരുണ്യവാന്മാരായ ഭഗവാനെ ഒരിക്കലും നമുക്ക് കിട്ടില്ല. Vishayacharya. You love the bad habits. വിഷയചര്യ, അതായത് ചീത്ത സ്വഭാവങ്ങൾ ഉപേക്ഷിക്കുക. Don't try to be satisfied just by some material sense gratification. ഭൗതിക ഇന്ദ്രിയാസ്വാദത്തിന് കീഴ്പ്പെടാതിരിക്കുക. Because these senses give us happiness, they also give us frustration. എപ്പോഴും ഇന്ദ്രിയങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ചിലപ്പോൾ അവ സന്തോഷം തരും, ചിലപ്പോൾ ദുഃഖവും. Just like now, it's still warm here, so you like air conditioned hall. അപ്പോൾ ഇവിടെ തന്നെ പുറത്ത് നല്ല ചൂടാണ്, അതുകൊണ്ടാണ് നമ്മളൊരു AC ഹാളിൽ ഇരിക്കുന്നത്. But in North India, in November, December, it gets cold, and they don't like the air conditioning. അപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ നവംബർ ഡിസംബർ മാസങ്ങളിൽ വളരെയധികം തണുപ്പായിരിക്കും. അവർക്ക് AC ഹാൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. So these senses can give us happiness, they can also give us sadness.
ഈ ഇന്ദ്രിയങ്ങൾ എപ്പോഴും എങ്ങനെയാണ്? ഒന്നുകിൽ സന്തോഷം തരും, അല്ലെങ്കിൽ ദുഃഖം തരും. If the senses are young and healthy, oh, you think, I'll always be healthy. I'll always be young. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ, നമുക്ക് അവയിൽ നിന്ന് സന്തോഷം കിട്ടും. But gradually we get older. പക്ഷേ ക്രമേണ നമുക്ക് വയസ്സാകും. Our senses become weaker. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും ശക്തി കുറഞ്ഞു വരും. We start getting different diseases. പലതരം രോഗങ്ങൾ പിടിപെടും. And this way we realize that the body is not so nice. ഇങ്ങനെ നമുക്ക് മനസ്സിലാവും ഈ ശരീരം അത്ര നല്ലതല്ല. So like this, we should rather observe ourselves in transcendental bliss. അതുകൊണ്ട് എപ്പോഴും നാം അതീന്ദ്രിയമായ ആനന്ദ പദ്ധതികളിൽ മുഴുകണം. Usually this is very hard to get. സാധാരണ ഇത് ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. But by the mercy of Nitai Gaur Chandra, it's very easy. പക്ഷെ നിത്തായ് ഗൗർചന്ദ്രന്റെ കാരുണ്യം കൊണ്ട് ഇത് വളരെ എളുപ്പത്തിൽ ലഭിക്കും. By chanting Hare Krishna, we can get the transcendental bliss. ഈ അതീന്ദ്രിയ ആനന്ദം നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ ലഭിക്കും. So the advice is Vishayacharya say Rase Bodhya. We should observe ourselves in the transcendental bliss. അപ്പോൾ ഉപദേശം ഇതാണ്, ദുർസ്വഭാവങ്ങളെ ഉപേക്ഷിച്ചിട്ട് എപ്പോഴും അതീന്ദ്രിയ ആനന്ദത്തിൽ മുഴുകുക. Mulkhed Bolo Hari Hari. And constantly we should vibrate the holy names with our mouth. എപ്പോഴും ഹരിനാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. Hare Krishna. ഹരേ കൃഷ്ണ. Hare Bol. ഹരി ബോൾ. Now. Then he says, take all of life to the 29. Amana Doya Lodata. Look at brothers, look at sisters, in the 14 worlds, you'll not find anyone so merciful. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, അല്ലയോ സഹോദരി സഹോദരന്മാരെ, ഈ 14 ലോകങ്ങളിൽ പോയാലും ഇത്രയും കാരുണ്യവാന്മാരുള്ളവരെ കാണാൻ സാധിക്കുകയില്ല. So take all life. It means use your discriminatory power. അതുകൊണ്ട് നിങ്ങളുടെ ഈ ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കുക. Use your discretion. നിങ്ങളുടെ ആ പകുത്തറിവ്, വിവേചന ശക്തി ഉപയോഗിക്കുക. Judge who is the most merciful. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആരാണ് ഏറ്റവും കാരുണ്യവാനെന്ന്. Test who is the most merciful. എന്നിട്ട് പരീക്ഷിച്ചു നോക്കുക ആരാണ് ഏറ്റവും കാരുണ്യവാനെന്ന്. And then come to your conclusion. എന്നിട്ട് ഒരു നിഗമനത്തിൽ എത്തിച്ചേരുക. Who is giving the greatest blessings? ആരാണ് ഏറ്റവും ഉത്തമമായ അനുഗ്രഹങ്ങൾ തരുന്നത്? Who gives it for the cheapest price? ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്. You see, Krishna, he alone gives out love of Krishna. കൃഷ്ണൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ ആ പ്രേമം നമുക്ക് തരുന്നത്. കൃഷ്ണ തരുന്നില്ല അത്. But even Lord Krishna, he will only give those who surrender to him. കൃഷ്ണനെ ആരാണോ ശരണം പ്രാപിക്കുന്നത് അവർക്ക് മാത്രമേ ഭഗവാൻ കൃഷ്ണപ്രേമം കൊടുക്കുന്നുള്ളൂ. He tested his devotees with so many tests. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭക്തന്മാരെ അനവധി പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം കടത്തിവിടാറുണ്ട്. Those who passed, he gave them love of Krishna. ആരാണോ ആ പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നത് അവർക്ക് മാത്രമേ കൃഷ്ണഭക്തി കൊടുക്കാറുള്ളൂ. So Lord Jesus, he was a great guru. യേശുക്രിസ്തു ഒരു വളരെ വലിയ ഗുരുവായിരുന്നു. And he promises to deliver his followers.
എന്നിട്ട് അദ്ദേഹത്തിന്റെ അനുയായികളെ എല്ലാം നല്ലൊരു വഴിക്ക് കൊണ്ടുപോയി. But if they're not his follower, then പക്ഷെ ആരും അദ്ദേഹത്തെ അനുസരിച്ചില്ലെങ്കിൽ, and then he orders you should love God. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ ഭഗവാനെ പ്രേമിക്കണമെന്ന്. But does he teach how to love God? പക്ഷെ എങ്ങനെയാണ് പ്രേമിക്കേണ്ടതെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നില്ല. So Lord Chaitanya gave out this love of Godhead ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ കൃഷ്ണപ്രേമം കൊടുക്കുകയാണ് എല്ലാവർക്കും. without considering that you're a follower, you're not a follower, you're qualified, you're unqualified. അപ്പോ ശ്രീ ചൈതന്യ മഹാപ്രഭു ആരെങ്കിലും അനുയായികളാണോ, ഇതൊക്കെ അനുസരിക്കുന്നുണ്ടോ എന്നൊന്നും നോക്കാതെയാണ് ഈ കൃഷ്ണപ്രേമം കൊടുക്കുന്നത്. Everybody. എല്ലാവർക്കും കൊടുക്കുകയാണ്. Even Jai Madai. ജഗായ് മധായിക്ക് പോലും കൊടുക്കുന്നു. They also got the mercy. അവർക്കും ഈ കാരുണ്യം ലഭിച്ചു. They were not Lord Chaitanya's followers. അവർ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുയായികളായിരുന്നില്ല. Madai hit Lord Nityananda on the head with a wine bottle. മധായി ഒരു മദ്യക്കുപ്പി ഉപയോഗിച്ച് നിത്യാനന്ദ മഹാപ്രഭുവിനെ പ്രഹരിക്കുക വരെ ചെയ്തിട്ടുണ്ട്. He caused him to bleed. എന്നിട്ട് രക്തം വന്നു. And Lord Nityananda, what did he say? എന്നിട്ട് നിത്യാനന്ദ മഹാപ്രഭു എന്താണ് പറഞ്ഞത്? Just because you beat me, just because you caused me to bleed. അദ്ദേഹം എന്നെ പ്രഹരിച്ചത് കൊണ്ട് does that mean I won't give you love of Godhead? എന്റെ ശരീരത്തിൽ നിന്ന് രക്തം വന്നതുകൊണ്ട് എനിക്ക് കൃഷ്ണപ്രേമം നിനക്ക് തരണം. And Jai, he goes, brother, you didn't beat him. He's still talking love. ജഗായും മധായും ഇങ്ങനെ ഭഗവാനെ പ്രഹരിക്കുകയാണ് ചെയ്തത്, എന്നിട്ടും അവർക്ക് കൃഷ്ണപ്രേമം ലഭിച്ചു. He's not ordinary. He's not ordinary. അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയേ അല്ല. Bow down. Bow down. എന്നിട്ട് താഴെ വീണ് നമസ്കരിക്കുമെന്ന് പറഞ്ഞു. ജഗായി മധായും താഴെ വീണ് നമസ്കരിച്ചു. Lord Chaitanya was so angry. Such a faultless person as Lord Nityananda, he got beat by Jai and Madai. ശ്രീ ചൈതന്യ മഹാപ്രഭു കേട്ടു ഇങ്ങനെ നിത്യാനന്ദ മഹാപ്രഭുവിനെ ആരോ പ്രഹരിച്ചു, രക്തം വന്നു എന്നൊക്കെ. He promised cannot use his weapon of violence. സാധാരണഗതിയിൽ അദ്ദേഹം ഹിംസ ഉപയോഗിക്കാറില്ല. But he also has a standing promise his devotee will never perish. പക്ഷെ അദ്ദേഹം പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഭക്തന്മാരെ എപ്പോഴും സംരക്ഷിക്കുമെന്ന്. So he was so angry, he called Sudarshan Chakra. അപ്പൊ അങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി അദ്ദേഹം സുദർശനമൂർത്തിയെ വിളിച്ചു. And Lord Nityananda said, please don't use, if you kill them, you have to kill so many. അപ്പോ നിത്യാനന്ദ മഹാപ്രഭു പറഞ്ഞു, ദയവായിട്ട് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്താൽ എല്ലാവരെയും അങ്ങനെ ചെയ്യേണ്ടി വരും. There may be a few drunkards now. Later in Kali-yuga, there'll be many drunkards. ഇങ്ങനെ ചെയ്താൽ ഇനിയും ഇതുപോലെ എത്രയോ പാപികളെ കൊല്ലേണ്ടതായിട്ട് വരും. In Trivandrum, anybody drinks? Anybody drinks? തിരുവനന്തപുരത്തില് മദ്യം ഉപയോഗിക്കുന്നതായിട്ട് ആരെങ്കിലും ഉണ്ടോ? Then because the two brothers bowed down, so Lord Chaitanya said if they take a bath in the Ganges, I'll forgive them. അപ്പോൾ ഈ സഹോദരന്മാര് കാലിൽ വീണ് അപേക്ഷിച്ചപ്പോൾ ചൈതന്യ മഹാപ്രഭു സുദർശനെ തിരിച്ചയച്ച് അവർക്ക് അനുഗ്രഹം കൊടുക്കാൻ തയ്യാറായി. എന്നിട്ട് പറഞ്ഞു, പോയി ഗംഗയിൽ സ്നാനം ചെയ്തിട്ട് വരിക. എന്നിട്ട് അവർ വന്നിട്ട് പറഞ്ഞു, ദയവായി ഞങ്ങൾക്ക് ദീക്ഷ തരിക. നിത്യാനന്ദ മഹാപ്രഭു അവർക്ക് ദീക്ഷ നൽകി. മധായി മാധവദാസായി തീർന്നു. ജഗായി ജഗന്നാഥ് ദാസ് അങ്ങനെ എന്തോ പേരാണ് കിട്ടിയത്.
ജഗദ്ദാസ്. Something like that. Later, the two brothers, they moved to Katwa. എന്നിട്ട് ഈ രണ്ട് സഹോദരന്മാരും പിന്നീട് കാട്വയിലേക്ക് പോയി. And their samadhi is there. അവിടെ അവരുടെ സമാധി നമുക്ക് കാണാൻ സാധിക്കും. And I talked to the pujari. ഞാൻ അവിടുത്തെ പൂജാരിമാരോട് സംസാരിച്ചു. And he said, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, every day they would go to the Ganges. എല്ലാ ദിവസവും അവർ ഗംഗയിലേക്ക് പോകും. And they would dance. എന്നിട്ട് അവിടെ നൃത്തം ചെയ്യും. And they played these kartals. എന്നിട്ട് ഈ കരതാളം ഉപയോഗിക്കും. And they were chanting Hare Krishna. എന്നിട്ട് അവർ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാറുണ്ട്. Tears of the എന്നിട്ട് കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് ആനന്ദാശ്രുക്കൾ വരുമായിരുന്നു. Nidai Gaur ki ജയ്, Nidai Gaur ki ജയ്, Nidai Gaur ki. ജയ്. That died when I were Lundas, or drunkards, or routers. ജഗായ് മഥായി കുടിയന്മാരായിരുന്നു, അവര് കൊള്ളക്കാരായിരുന്നു. They are not like you, gentlemen, gentlewomen. They are the worst. ഏറ്റവും പതിതന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു അവര്. Even they became totally changed. എന്നിട്ട് അവര് പൂർണ്ണമായിട്ടും മാറുകയാണ് ചെയ്തത്. And they became lovers of God. എന്നിട്ട് അവർക്ക് കൃഷ്ണപ്രേമം ഉണ്ടായി. They chanted every day അവരെന്നും ജപിച്ചു on the ഹരിനാമം. beads. എന്നിട്ട് മാലയിൽ ജപിച്ചു. And they're dancing all the way to the Ganges, എന്നിട്ട് ഗംഗയിലേക്ക് നൃത്തം ചെയ്തെന്നും പോയി, crying. കരഞ്ഞുകൊണ്ട്. This is the mercy of Nidai Gaur. ഇതാണ് നിത്തായ് ഗൗറിന്റെ കാരുണ്യം. Well, you'll find someone as merciful as they are. ഇത്രയും കാരുണ്യമുള്ള വേറെ ആരാണ് ഉണ്ടാവുക? Pastor Takajuri, even Lord Chaitanya, when he went to the Jharkhand forest, he got the animals to chant and dance. ശ്രീ ചൈതന്യ മഹാപ്രഭു ജാരിഖണ്ഡ വനത്തിൽ പോയപ്പോൾ അവിടുത്തെ മൃഗങ്ങൾ പോലും ജപിക്കുകയുണ്ടായി. Srila Prabhupada, he said, we cannot imitate Lord Chaitanya. ശ്രീല പ്രഭുപാദർ പറഞ്ഞു, നമുക്കൊരിക്കലും ചൈതന്യ മഹാപ്രഭുവിനെ അനുകരിക്കാൻ സാധിക്കില്ല. We can't get the tigers and the deer to kiss each other and dance. നമുക്കൊരിക്കലും അവിടുത്തെ കടുവകളെയും മറ്റു മൃഗങ്ങളെയും ആനന്ദനൃത്തം ചെയ്യാനൊന്നും സാധിക്കില്ല. But at least we can try to get the human beings to chant. പക്ഷേ അതുപോലെയൊന്നും പറ്റിയില്ലെങ്കിലും മനുഷ്യരെ ജപിപ്പിക്കാനെങ്കിലും നമുക്ക് സാധിക്കും. The stones melted on the touch of Lord Chaitanya. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സ്പർശന മാത്രയിൽ തന്നെ കല്ലുകൾ ഉരുകുകയായിരുന്നു. Who has been to Jagannath Puri? എന്നിട്ട് അദ്ദേഹം ജഗന്നാഥ് പുരിയിലേക്ക് പോയി. ആരൊക്കെയാണ് ജഗന്നാഥ് പുരിയിൽ പോയിട്ടുള്ളത്? Have you seen the Garuda Stamba? അവിടെ ഗരുഡ സ്തംഭം കണ്ടിട്ടുണ്ടോ നിങ്ങള്? എത്ര പേര് ഗരുഡ സ്തംഭം കണ്ടിട്ടുണ്ട്? You see the melted fingerprints of Lord Chaitanya? അവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ കായസ്പർശം കൊണ്ട് കല്ല് ഉരുകിയത് കാണാൻ സാധിക്കും. എത്ര പേര് കണ്ടിട്ടുണ്ട്? അത് തൊട്ട് നോക്കിയിട്ടുണ്ടോ നിങ്ങള്? അദ്ദേഹത്തിന്റെ കരസ്പർശത്താൽ കല്ല് പോലും ഉരുകുകയായിരുന്നു. ജഗന്നാഥ് പുരിയിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ അകലെ. When the Lord is closed for 15 days. ആ ക്ഷേത്രം 15 ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കും. Lord Chaitanya ran to the
Alalanath Vishnu Temple. എന്നിട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു അലാൽനാഥ് വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോയി. And he paid his obeisances on the stone granite. എന്നിട്ട് അവിടുത്തെ ആ വലിയൊരു ശിലയിൽ അദ്ദേഹം നമസ്കാരങ്ങൾ അർപ്പിച്ചു. He so much separation. അദ്ദേഹത്തിന് ഭഗവാനിൽ നിന്നുമുള്ള ആ ഒരു വിരക്തി അങ്ങേയറ്റം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. He melted the stone. അദ്ദേഹത്തിന്റെ ആ സ്പർശന മാത്രയിൽ തന്നെ ആ ശില ഉരുകിപ്പോയി. They pulled out that stone. They pulled it out and kept it in a separate temple. എന്നിട്ട് ആ കല്ല് എടുത്തിട്ട് ആ ശില എടുത്തിട്ട് അത് ക്ഷേത്രത്തിൽ വച്ചിട്ടുണ്ട് ഇപ്പോ. Have you seen that? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത്? എത്ര പേര് കണ്ടിട്ടുണ്ട്? Who saw that? എത്ര പേര് കണ്ടിട്ടുണ്ട് അലാൽനാഥ് ക്ഷേത്രത്തില്? These are the things you should see when you are Jagannath Puri. ഇതൊക്കെയാണ് നിങ്ങൾ ജഗന്നാഥ് പുരി പോകുമ്പോൾ കാണേണ്ടത്. So he melted the rocks. അപ്പൊ അങ്ങനെ അദ്ദേഹം പാറകളെ പോലും ഉരുക്കുകയായിരുന്നു. Maybe there's hope in our hearts. But they can also melt. അപ്പൊ നമ്മുടെ ഹൃദയം അതുപോലെ ഉരുകും. Just to hear the mercy over here, just hear how merciful, how powerful the Lord Chaitanya Nityananda. ശ്രീ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ മഹാപ്രഭു എത്രത്തോളം ശക്തിയുറ്റവരാണ് എന്ന് കേൾക്കുക മാത്രം മതി. But then in the last stanza, Lochanda says, അവസാനത്തെ വരിയിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, I'm fallen in the material world of birth and death, the ocean of samsara. ഞാൻ ഈ ഭൗതിക ലോകത്തില് ഈ സംസാരത്തില് ജനന മരണ ചക്രത്തില് പെട്ടിരിക്കുകയാണ്. And I'm stuck here, fallen soul. ഞാൻ പതിതനായിട്ടുള്ള ആത്മാവാണ്, ഇവിടെ പെട്ടുപോയി ഞാൻ. I have no hope. എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല, no desire, ഒരു ആഗ്രഹവുമില്ല. For the mercy of Nityaya Gaur, നിത്യായ ഗൗരന്റെ ആ കാരുണ്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹവും എനിക്കില്ല. I just get the results of my karma. ഞാൻ എൻ്റെ കർമ്മഫലം അനുഭവിക്കുകയാണ്. Apana karma, munjaya zona, just getting the something and joy I deserve. ഈ ദുരിതങ്ങളൊക്കെ ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം തന്നെയാണ്. This is the situation of Lochandas. ഇതാണ് ലോചൻദാസ് ഠാക്കൂറിന്റെ അവസ്ഥ. Of course, Lochandas, he took the mercy. യഥാർത്ഥത്തിൽ ലോചൻദാസ് ഠാക്കൂർ ആ കാരുണ്യം എടുത്തിട്ടുണ്ടായിരുന്നു. He just gave his lines for our benefit. ഈ വരികള് നമ്മളെ കുറിച്ച് ഓർത്തിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. So, my last trip, I flew in June to America, and on one of the flights, they said, "Thank you for flying with our airline." കഴിഞ്ഞ ജൂണിൽ അമേരിക്കയിലേക്ക് പോയപ്പോൾ ഫ്ലൈറ്റിൽ വെച്ചിട്ട്, we know you have many choices. പല ചോയ്സസ് ഉണ്ട് നിങ്ങൾക്ക്. So many other airlines. ഏത് പ്ലെയിൻ എടുക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. So thank you for flying with us. അപ്പൊ അവർ പറയും, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്ലെയിൻ സ്വീകരിച്ചതിന് നന്ദി. So Sri didn't know. We know that you have other choices. മറ്റ് പ്ലെയിനുകളും ഉണ്ട്, അതും വേണമെങ്കിലും എടുക്കാം. Especially you have the choice of karma.
അപ്പോൾ അതേപോലെ നിങ്ങളുടെ കർമ്മത്തിന്റെ ഇത് നിങ്ങൾക്ക് തീരുമാനിക്കാം. and studying, enjoying സന്തോഷിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. the material reactions ഭൗതിക ഫലങ്ങളെ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. and rotating around the 14 planetary systems. എന്നിട്ട് ഈ 7-14 ലോകത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കാം. 8,400,000 species of life. എന്നിട്ട് ഈ പല 84 ലക്ഷം ജീവജാലങ്ങളിലൂടെ കടന്നു പോകാം. Microorganisms, ചെറിയ ചെറിയ ജീവികളിലൂടെ കടന്നു പോകാം. fish, മീനായിട്ട് ജനിക്കാം, plants, ചെടികളായിട്ട് ജനിക്കാം, snakes, പാമ്പായിട്ട് and ജനിക്കാം, reptiles, പല ഉരകങ്ങളായിട്ട് ജനിക്കാം, birds, പക്ഷികളായിട്ട് ജനിക്കാം, animals, മൃഗങ്ങളാവാം, and human beings. മനുഷ്യരുമാവാം. And then, so that's the karma of the. ഇതെല്ലാം കർമ്മത്തിന്റെ ഫലങ്ങളാണ്. But then now you have the special option of Lord Chaitanya and Nityananda. ഇത് കൂടാതെ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ മഹാപ്രഭുവും തരുന്ന വേറൊരു മാർഗവും കൂടെ ഉണ്ട്. By their mercy, you can awaken your dormant love of Krishna. അവരുടെ കാരുണ്യം കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കൃഷ്ണപ്രേമം ഉണർത്തിയെടുക്കാം. And you can go back to the spiritual world. എന്നിട്ട് ആത്മീയ ലോകത്തിലേക്ക് മടങ്ങി ചെല്ലുകയുമാവാം. You can join Krishna's eternal pastime. എന്നിട്ട് അവിടെ കൃഷ്ണന്റെ അനശ്വരമായ ലീലയിൽ പങ്കെടുക്കുകയും ചെയ്യാം. So it's your choice. അത് നിങ്ങളുടെ തീരുമാനം. So who like to take the karma option? Karma. Raise your hand. Who wants karma option? ആർക്കൊക്കെ കർമ്മം വേണം, കർമ്മഫലം മാത്രം വേണം? കൈ ഉയർത്തുക. കർമ്മഫലത്തിൽ പെട്ട് ആർക്കൊക്കെ കഷ്ടപ്പെടണം? And who wants Lord Chaitanya Nityananda's mercy option? ആർക്ക് വേണം ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും കാരുണ്യം? ആ ഒരു രീതി. ഹരിബോ. And who's not yet decided? ആരൊക്കെയാണ് ഇതുവരെ തീരുമാനിക്കാത്തത്? കൈ ഉയർത്താത്തവരാരൊക്കെയാ? Ordinarily, you give the karma option. കൈ ഉയർത്തിയില്ലെങ്കിൽ നിങ്ങൾ താനെ ആ കർമ്മം ഫലം സ്വീകരിക്കുന്നു എന്നർത്ഥമാണ്. So, my dear devotees, we are with Lord Chaitanya. അപ്പൊ അതുകൊണ്ട് അല്ലെ പ്രിയപ്പെട്ട ഭക്തന്മാരെ, നാം ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെയാണ്. He gave us the very simple practice of bhakti yoga. വളരെ ലളിതമായിട്ടുള്ള ഭക്തിയോഗം പരിശീലിച്ചാൽ മതി. I heard how one Ashtanga yoga teacher, he was teaching his students for 30 years. ഒരു അഷ്ടാംഗ യോഗ ഗുരുവിനെ കണ്ടുമുട്ടുകയുണ്ടായി. ഏകദേശം 30 വർഷമായിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. But when he attends the kirtan, he feels more bliss. പക്ഷേ കീർത്തനത്തിൽ നൃത്തം ചെയ്യുമ്പോഴാണ് അവർക്ക് കൂടുതൽ ആനന്ദം അനുഭവപ്പെടുന്നത്. And all his practice of Ashtanga yoga. ഈ അഷ്ടാംഗ യോഗം പരിശീലിക്കുന്നതിനേക്കാളും. So, in Kali Yuga, there's lots of Maya. കലിയുഗത്തില് മായയുടെ ശക്തി അങ്ങേയറ്റം വലുതാണ്. And lots of illusion. ഭഗവാന്റെ ഈ മായ ഉണ്ട് കലിയുഗത്തില്. But if we chant Hare Krishna, പക്ഷെ ഹരിനാമം ജപിക്കുകയാണെങ്കിൽ, if we use our energy to follow Lord Chaitanya, നമ്മുടെ ശക്തിയും ഊർജവും ഒക്കെ ചൈതന്യ മഹാപ്രഭുവിനെ അനുഗമിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ, we can taste unlimited bliss. നമുക്ക് അനന്തമായ ആനന്ദം ആസ്വദിക്കാൻ സാധിക്കും. And we help so many others. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും സാധിക്കും. Hare Krishna. ഹരേ കൃഷ്ണ. Hare Krishna. ഹരേ കൃഷ്ണ. Krishna Krishna. കൃഷ്ണ കൃഷ്ണ. Hare Hare. ഹരേ ഹരേ. Hare Rama. ഹരേ രാമ. Hare Rama. ഹരേ രാമ. Rama Rama. രാമ രാമ. Hare Hare. ഹരേ ഹരേ. Is there time for questions? എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടോ? Maharaj, his question is,
how can one understand whether he got Krishna Bhakti or Krishna Prema? കൃഷ്ണ ഭക്തിയാണോ കൃഷ്ണ പ്രേമമാണോ ഒരാൾക്ക് കിട്ടിയതെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് പ്രഭു ചോദിച്ചത്. If someone asks Krishna Prema, they don't ask that question. ആർക്കെങ്കിലും കൃഷ്ണപ്രേമം യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ അവരിങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല. But bhakti is a general term. ഭക്തി എന്ന് പറയുന്നത് പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. Within bhakti, prema is the perfection. ഭക്തിക്കുള്ളിൽ പ്രേമ is the goal. പ്രേമം ഭക്തിക്കുള്ളിലുണ്ട്. If you take happiness of a human being, a king, and you consider that's one, then the Gandharvas have 10 times more happiness. ഒരു മനുഷ്യ രൂപം ധരിച്ചിട്ടുള്ള ഒരു രാജാവിൻ്റെ സന്തോഷത്തെ ഒന്നായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഒരു ഗന്ധർവന്റെ സന്തോഷത്തെ അത് 10 ആയിട്ട് കണക്കാക്കുന്നു. ഓരോ ലോകങ്ങളിലേക്ക് നമ്മൾ ഉയർന്നു പോകുന്തോറും ഇത് 10 ഇരട്ടി വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അത് ദേവലോകത്തിൽ എത്തുമ്പോൾ അത് അങ്ങേയറ്റം വർദ്ധിക്കുന്നു. എന്നിട്ട് അത് ഇന്ദ്രന്റെ ലെവലിൽ എത്തുമ്പോൾ ഏറ്റവും അധികം വർദ്ധിച്ചിരിക്കും. അത് 100 കണക്കിന് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടാവും. എന്നിട്ട് മഹർലോകം, ജനലോകം, തപലോകം ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ 10 ഇരട്ടി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സത്യലോകത്തിൽ ഇത് 1000 മടങ്ങാണുള്ളത്. ബ്രഹ്മാവിന്റെ ലോകത്തിൽ അവിടെ എത്രയോ ഇരട്ടിയാണ് ഇവിടുത്തെ സന്തോഷം. ഇതിനേക്കാളും ഏറ്റവും വലിയ സന്തോഷമാണ് അവ്യക്തിഗത ബ്രഹ്മത്തിലെ സന്തോഷം. ഓക്കെ, ഈ ഭൗതിക സന്തോഷത്തെ നാം കണക്കാക്കുകയാണെങ്കിൽ ഒരു ചെറിയ കാളയുടെ കുളമ്പടിയിൽ എത്രത്തോളം വെള്ളമുണ്ടോ അത്രത്തോളം തുച്ഛമാണത് ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. Krishna Prema is like the happiness of Brahman, like one drop compared to ocean. അപ്പോൾ ഈ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് കൃഷ്ണപ്രേമവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു സാഗരത്തിനും ഒരു തുള്ളി ജലത്തിന്റെയും വ്യത്യാസമാണുള്ളത്. So bhakti may be in 8 stages. ഭക്തിക്ക് 8 തലങ്ങളുണ്ട്. ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവം. ഭാവം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആനന്ദം. 99% പരിശുദ്ധി കൈവന്നു കഴിഞ്ഞാൽ ഭാവഭക്തി ലഭിക്കും. 1% മായ. പക്ഷെ ശ്രദ്ധയില് 99% മായയും 1% ഭക്തി. ഇതാണ് ഭക്തിയുടെ വിവിധ തലങ്ങൾ. പക്ഷെ പ്രേമം എന്ന് പറഞ്ഞാൽ നാം കൃഷ്ണനെ സാക്ഷാത്കരിച്ചു എന്നാണ് അർത്ഥം.
relationship with Krishna is revealed. അവിടെ കൃഷ്ണനുമായിട്ടുള്ള ബന്ധം, കൃഷ്ണനെ പ്രാപിക്കാനുള്ള ആഗ്രഹം, ഇതെല്ലാം നമുക്കറിയാൻ സാധിക്കും. In a very real and very strong way. അത് വളരെ ശക്തിയുറ്റതായിരിക്കും ആ ഒരു തലത്തിൽ. And so that's called prayojana, or the goal of life. അതാണ് ഭക്തിയുടെ പ്രയോജനം എന്ന് പറയുന്നത്. So you should analyze and see what level you're at. അപ്പൊ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ ഏത് തലത്തിലാണെന്ന് ആലോചിച്ച് നോക്കണം. Turning 16 rounds, following all the rules, and is the third level, Bhajanakriya. 16 മാല ജപിക്കുന്നത്, യമനിയമങ്ങൾ പാലിക്കുന്നത്, ഇതൊക്കെ ഭജനക്രിയ എന്നുള്ള തലത്തിലാണ്. Getting rid of the bad habits, that's the fourth level. ആദ്യത്തെ തലത്തില് ചീത്ത സ്വഭാവങ്ങൾ ഉപേക്ഷിക്കുക. Anartha nivritti. ഇതിനെയാണ് അനർത്ഥ നിവൃത്തി എന്ന് പറയുന്നത്. And usually at the level of Bhajanakriya, one takes Diksha. ഭജനക്രിയ എന്നുള്ളൊരു തലത്തിലാണ് സാധാരണഗതിയിൽ ഒരാൾ ദീക്ഷ എടുക്കുന്നത്. So tomorrow we're having Diksha. നാളെ നമുക്കിവിടെ ദീക്ഷാ ചടങ്ങുണ്ട്. And on the next level of Anartha nivritti is Nishtha. അനർത്ഥ നിവൃത്തിയുടെ അടുത്ത തലം നിഷ്ഠയാണ്. That being very steady in one's Krishna consciousness. അവിടെ നമ്മുടെ കൃഷ്ണാബോധത്തിൽ നാം ഉറച്ചു നിന്നിട്ടുണ്ടാവും. And ruchi means the taste. രുചി എന്ന് പറഞ്ഞാൽ മലയാളത്തിലും രുചി തന്നെയാണ്. A very nice taste for devotional service. അതായത് നമുക്ക് ഭക്തിയുത സേവനത്തിലൊക്കെ രുചിയുണ്ടാവും. When that taste becomes stronger, ആ രുചി വർദ്ധിച്ച് വലുതാകുമ്പോൾ, and we become very attached to tasting that bliss, എന്നിട്ട് ആ രുചിയോട് നമുക്ക് ആസക്തി വർദ്ധിക്കും. then it becomes asakti. അപ്പോഴാണ് ആ ലെവലിനെയാണ് ആസക്തി എന്ന് പറയുന്നത്. And then when asakti becomes more thick, ആസക്തി കുറച്ചുകൂടെ വർദ്ധിക്കുമ്പോൾ it becomes ecstatic love. അത് പരമാനന്ദ പ്രേമമാകും. Beyond that is prema. അതിനും ശേഷമാണ് പ്രേമം. So what symptoms on each level, that's also given. എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങളെന്നും പറഞ്ഞിട്ടുണ്ട്. You can read the level, read the nectar of devotion, the Bhakti Rasamrita Sindhu. It describes these things. ഭക്തിരസാമൃത സിന്ധു എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. Although bhakti is emotional, it's love, devotion, it's also very scientific, very systematic. ഭക്തി ഭാവവുമായിട്ട് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ശാസ്ത്രീയവുമാണ്. വളരെ പദ്ധതിപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ശാസ്ത്രീയ രീതി കൂടിയാണ് ഭക്തി. I'm sorry I cannot speak as clearly as I did before because the left side of my face is still paralyzed after the stroke. എനിക്ക് മുമ്പത്തെ പോലെ വളരെ വ്യക്തമായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നതിൽ ഖേദമുണ്ട്. കാരണം എൻ്റെ ഇടത് ഭാഗം ഇപ്പോഴും സ്തംഭിച്ചിരിക്കുകയാണ്. And one of my vocal cords does not work 100%. എൻ്റെ ഈ ശബ്ദവീചികൾ പ്രവർത്തിക്കുന്ന ആ വോക്കൽ കോഡ്സ് 100% നന്നായിട്ട് പ്രവർത്തിക്കുന്നുമില്ല. I thank you all for your patience. നിങ്ങളുടെ വളരെ ക്ഷമയോടുകൂടി എന്നെ കേട്ടു നിന്നതിന് നന്ദി. But please don't feel sad for me. I'm very blissful. ഒരിക്കലും എന്നെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട. ഞാൻ പൂർണ്ണമായും ആനന്ദവാൻ തന്നെയാണ്. ഹരി ബോൾ. How I will get moksha in this birth itself. She wants to know how she can get moksha in this very birth. Moksha. Yes, moksha. That's very easy. അത് വളരെ എളുപ്പം.
എളുപ്പമാണ്. Krishna offers us moksha. കൃഷ്ണൻ നമുക്ക് മോക്ഷം വളരെ എളുപ്പത്തിൽ തരുന്നുണ്ട്. But the devotees, they want to serve the Lord. പക്ഷെ ഭക്തന്മാർക്ക് അദ്ദേഹത്തെ സേവിക്കാനാണ് താല്പര്യം. So they say, if the moksha includes your service, then I'll take it. Otherwise, I don't want it. അതായത് ഭഗവാനെ സേവിക്കാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇതിൽ താല്പര്യമുള്ളൂ, അല്ലെങ്കിൽ മോക്ഷം അവർക്ക് വേണ്ടെന്നാണ് പറയുന്നത്. So Krishna offers his moksha. അതുകൊണ്ട് കൃഷ്ണൻ വളരെ എളുപ്പത്തിൽ മോക്ഷം തരാറുണ്ട്. He also says, if you know how his janma karma sunayadhyam evang yodedi tatvata chaktandeham vajanma 90. അദ്ദേഹം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, തെക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സ്വർജന എന്ന്. ജന്മകർമ്മ ചമയ ദിവ്യം തെക്ത്വാ ദേഹം നൈതി മാമേതി സ്വർജന എന്ന് പറയുന്നുണ്ട്. Those who know my birth and activities are transcendental. They don't have to take birth again after leaving this body. എൻ്റെ ജന്മത്തെക്കുറിച്ചും എൻ്റെ ലീലകളെക്കുറിച്ചും മനസ്സിലാക്കുന്നവർക്ക് ഒരിക്കലും വീണ്ടും ജനിക്കേണ്ടി വരില്ല എന്ന് അദ്ദേഹം ഉറപ്പു തരുന്നു. Also, all the devotees should know how to help each other to leave this world and think of Krishna. അതുകൊണ്ട് എല്ലാ ഭക്തന്മാരും അന്യോന്യം സഹായിക്കണം, എങ്ങനെയാണ് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഈ ശരീരം ഉപേക്ഷിക്കാമെന്നതിനെക്കുറിച്ച്. Hare Krishna. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ സഹായിക്കണം. And then when someone dies, എന്നിട്ട് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ only the body dies. എങ്ങനെയാണ് ഭക്തന്മാര് മരിക്കുന്നത് നമുക്കറിയാം. The soul is eternal. ആത്മാവ് അനശ്വരമാണ്. So you wash the body with Ganges water. അപ്പോൾ അവരുടെ മരണം കഴിഞ്ഞ ശേഷം അവരുടെ ശരീരത്തെ ഗംഗാജലം കൊണ്ട് കഴുകും. We also write the name of Krishna on the body. എന്നിട്ട് ശരീരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമം എഴുതും. എന്നിട്ട് തുളസി ദലം ശരീരത്തിൽ ധരിപ്പിക്കും. എന്നിട്ട് ശരീരത്തിൽ മാലയിടും. എന്നിട്ട് മറ്റ് ചടങ്ങുകൾ ചെയ്യാറുണ്ട്. എന്നിട്ട് നമ്മൾ ആ ശരീരത്തിൽ കത്തിക്കുമ്പോൾ ദഹിപ്പിക്കുമ്പോൾ എന്നിട്ട് ഗംഗാജലം ഉണ്ടാവും, തുളസി ഉണ്ടാവും. അങ്ങനെയുള്ളവർ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചെത്തിച്ചേരും. ഗംഗാജലം, തുളസി, ഹരിനാമം, ഈ കാര്യങ്ങൾക്കും നമ്മെ ആത്മീയ ലോകത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധിക്കും. Why a son who is spiritually trained is called Putra, and a daughter is called Putri, because they know how to save their mother or father from hell. അതായത് ഒരു പുത്രനാവട്ടെ പുത്രിയാവട്ടെ സ്വന്തം അച്ഛനമ്മമാരെ നരകലോകത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കണം. ഈ കാര്യങ്ങൾ നമുക്ക് അവരുടെ ആ വില്ലിൽ അവസാനത്തെ ഇതിൽ എഴുതാം. ഏറ്റവും നല്ല കാര്യം ഭക്തിയോഗം പരിശീലിക്കുക, ജപിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാം. അങ്ങനെ നമുക്ക് മോക്ഷം കിട്ടും. മോക്ഷം തന്നെ 5 തരത്തിലുണ്ട്. സായുജ്യ, സാമീപ്യം, സാലോക്യം, സാഷ്ടി, സാന്നിധ്യ. So the Soja
is merging. സായുജ്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണനുമായിട്ട് ലയിച്ചു ചേരൽ. The demons killed by Krishna, they get that. കൃഷ്ണനാൽ വധിക്കപ്പെട്ട അസുരന്മാർക്ക് കിട്ടുന്ന പദവി ഇതാണ്. The Jnana yogis get that. ജ്ഞാനയോഗികൾക്കും ഇതേ പദവി ലഭിക്കുന്നു. So the devotees, they don't want that. പക്ഷെ ഭക്തന്മാർക്ക് ഇതിൽ താല്പര്യമില്ല. The other four, to live on the planets of Krishna, they get the form of Krishna, they get the appearance of Krishna, and they live on the same place as Krishna. Those are accepted with the devotional spirit. പക്ഷെ ഭക്തന്മാർക്ക് മറ്റ് 4 ഇതിലാണ് താല്പര്യം. അതായത് കൃഷ്ണന്റെ അതേ ലോകത്തിൽ ഉണ്ടാവുക, കൃഷ്ണന്റെ സമീപത്തുണ്ടാവുക, കൃഷ്ണന്റെ അതേ രൂപം ഉണ്ടാവുക. ഇതൊക്കെയാണ് ഭക്തന്മാർക്ക് താല്പര്യമുള്ള മോക്ഷം. So Lord Chaitanya, he gives out the mercy in one birth. ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ കാരുണ്യം നമുക്ക് ഈ ജന്മത്തിൽ തന്നെ തരുകയാണ്. നാം പ്രഭുപാദരെ അനുസരിക്കുക, എന്നിട്ട് തിരിച്ചു ഭഗവാന്റെ അടുത്തേക്ക് പോവാം. ഹരിബോ. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare.